ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് ഭൂമിയുടെ ഒരു സ്ഥലത്തിന്റെ സ്കെച്ചാണ്. ഇതിന്റെ വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കണം. ഇത് ഒരു റെക്ടാങ്കിൾ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കില്ല. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ഒന്നുമല്ല. 90 ഡിഗ്രി ആണെങ്കിലാണ് നമുക്ക് ഇത് റെക്ടാങ്കിൾ എന്നുള്ള കൺസെപ്റ്റില് നമുക്ക് അതിന്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. ഒരിക്കലും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഒരു ജോമെട്രിക് ഷേപ്പ് ആണ്. ഇത് നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഇവിടെ ഇവിടെ അളവുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ഈ അളവുകൾക്ക് പുറമെ വീണ്ടും നമ്മൾ രണ്ട് അളവും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കാണണം. ഈ ആംഗിൾക്ക് ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തണം. ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 44 മീറ്റർ ആണ്. അതുപോലെ ഇവിടെയും ഒരു ആംഗിൾ, ഒരു ലൈൻ വരയ്ക്കണം. ഇത് 40 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഷേപ്പിനെ 3 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് റെക്ടാങ്കിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് റെക്ടാങ്കിളിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ഏരിയ കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാക്ട് ഏരിയ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഈ 3 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടതിന് ശേഷം ഇത് 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പിന്റെ, ഈ സ്ഥലത്തിന്റെ മൊത്തം ഏരിയ നമുക്ക് കിട്ടും. ഈ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് എത്ര ആറ് ഉണ്ട്, എത്ര ഏരിയ ആറില് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എത്ര സെന്റ് വരുന്നു എന്നും നോക്കാം. ഇത് നമുക്ക് അവസാനം സെന്റിലേക്കും ആറിലേക്കും കൺവെർട്ട് ചെയ്യണം. ഇത് നമ്മൾ മീറ്ററിലാണ് നമ്മൾ റീഡിങ് എടുത്തിട്ടുള്ളത്. അപ്പൊ മീറ്ററിലുള്ള അളവ് വെച്ചിട്ട് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ട്രയാങ്കിൾ, ഇത് A1 എന്നുള്ള ട്രയാങ്കിൾ ആണ് എഴുതാം. ഇത് A2 എന്നുള്ള ട്രയാങ്കിൾ, ഇത് A3 എന്നുള്ള ട്രയാങ്കിൾ. അപ്പൊ A1 പ്ലസ് A2 പ്ലസ് A3 ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ മൊത്തം ഏരിയ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആദ്യം ഈ A1 എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കാണും. അതിൽ 45 മീറ്റർ ഒരു സൈഡ്, 30 മീറ്റർ വേറെ സൈഡ്, ഈ ലെങ്ത് 44 മീറ്റർ. അപ്പൊ നമുക്ക് 3 സൈഡിന്റെ വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ശരിക്കും ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് ½ ആണ്. അതായത് ബേസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് നമുക്ക് ഇവിടെ അറിയില്ല, കാരണം 90 ഡിഗ്രി എടുത്താൽ മാത്രമാണ് നമുക്ക് ഹൈറ്റ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഭൂമിയുടെ വിസ്തീർണം അളക്കുമ്പോൾ, സ്ഥലത്തിന്റെ വിസ്തീർണം അളക്കുമ്പോൾ നമുക്ക് 90 ഡിഗ്രിയിൽ ലംബമായിട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ റഫായിട്ട് ഇത് അളക്കുന്നു, ആയിട്ട് 3 സൈഡ് കിട്ടുന്നു. ഈ 3 സൈഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇതിന്റെ ട്രയാങ്കിൾ ഏരിയ കാണാം എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. പ്രായോഗികമായിട്ട് അതേ നമുക്ക് സാധിക്കൂ. അപ്പൊ ആ ഫോർമുല എന്താണെന്ന് നോക്കാം. 3 സൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാനുള്ള ട്രയാങ്കിളിന്റെ ഫോർമുല ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എ ബി സി എന്ന് ഉദ്ദേശിച്ചത് ഒരു ട്രയാങ്കിൾ A1 എന്ന ട്രയാങ്കിൾ എടുത്താൽ അതിന്റെ ഒരു സൈഡ് എ, ഈ സൈഡ് ബി, ഈ സൈഡ് സി എന്ന് കരുതാം. അപ്പോൾ അതാണ് എ ബി സി. എസ് എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അപ്പൊ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഏരിയ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എസിന്റെ വാല്യൂ കണ്ടെത്തണം. നമുക്ക് ഈ ട്രയാങ്കിൾ A1 എന്ന ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ ഓഫ് A1 അത് കാണണമെങ്കിൽ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി, അത് ഇവിടെ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ, ബി എന്ന് പറഞ്ഞാൽ 44 സെന്റിമീറ്റർ, സി എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ. 30 പ്ലസ് 44 പ്ലസ് 45 by 2 that's equal to 59.5 എന്ന് കിട്ടും. ഇതാണ് എസിന്റെ വാല്യൂ. എസ് നമുക്ക് A1 ഏരിയ
A1 ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ റൂട്ട് ഓഫ് എസ് 59.5 ഇൻറ്റു എസ് മൈനസ് എ. എസ് എന്ന് പറഞ്ഞാൽ 59.5 മൈനസ് എ 30 ഇൻറ്റു 59.5 minus 44 into 59.5 minus 45. ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും. റൂട്ട് ഓഫ് 59.5 into 59.5 minus 30, 29.5 into 15.5 into 14.5. Yes, 14.5. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 394492. 394492 റൂട്ട്. ഇതിന്റെ റൂട്ട് നമ്മൾ കിട്ടുന്ന ആൻസർ ഇതാണ് 628.08. എന്താണ് യൂണിറ്റ്? സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നും എഴുതാം. ഇതാണ് ഏരിയ ഓഫ് A1. ഇനി നമുക്ക് ഏരിയ ഓഫ് A2 കാണണം, ഏരിയ ഓഫ് A3 കാണണം. അപ്പൊ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് A2 area of A2 equal to 399.67 square meter area of A3 equal to 160.74 square meter ഇവിടെ ഏരിയ ഓഫ് A1 628.08 സ്ക്വയർ മീറ്റർ. നമുക്ക് ഏരിയ ഓഫ് ദി ഷേപ്പ്, ഏരിയ ഓഫ് ദി ലാൻഡ് ഈക്വൽ ടു ഏരിയ ഓഫ് A1 ട്രയാങ്കിൾ A1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ A2 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ A3. That's equal to 628.08 plus 399.67 160.74. One 18849 സ്ക്വയർ മീറ്റർ നമുക്ക് കിട്ടും. സ്ക്വയർ മീറ്റർ ഇതാണ് നമ്മുടെ ടോട്ടൽ ഏരിയ. ഈ ജോമെട്രിക് ഷേപ്പിന്റെ അല്ലെങ്കിൽ നമ്മൾ അളന്ന ലാൻഡിന്റെ ടോട്ടൽ ഏരിയ 1188.49 സ്ക്വയർ മീറ്റർ ആണ്. നമുക്ക് സ്ക്വയർ മീറ്റർ കണ്ടാൽ പോരാ, നമുക്ക് എത്ര ആർ ഉണ്ടെന്ന് നോക്കണം. ആർ എത്ര, ആറിൽ എത്ര ഉണ്ട്? ആറ് എന്ന് പറഞ്ഞാൽ 1 R equal to 100 സ്ക്വയർ മീറ്റർ. അങ്ങനെ വരുമ്പോ ഇത് ആറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 18849 ഡിവൈഡ് ബൈ 100 ചെയ്താൽ നമുക്ക് ഇത്ര R എന്ന് കിട്ടും. അതായത് 11.8849 R എന്ന ആൻസർ. ഇത്ര R ആണ് ഈ ഷേപ്പിന്റെ, ഈ ലാൻഡിന്റെ ഏരിയ. ഇനി നമുക്ക് സെന്റിൽ കാണുന്നുണ്ടെങ്കിൽ സെന്റിൽ കാണാം. സെന്റിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 1 സെന്റ് ഈക്വൽ ടു 40.47 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോ നമുക്ക് കിട്ടും സെന്റിൽ ആക്കണമെങ്കിൽ
1188.49 divided by 40.47. അപ്പോൾ നമുക്ക് കിട്ടും 2936 സെന്റ്. ഇതാണ് സെന്റിലുള്ള ആൻസർ. 29.36 സെന്റ് ആണ് ഇത് മൊത്തം ഏരിയ. അല്ലെങ്കിൽ 11.8849 ആണ്. ആറിൽ പറയുകയാണെങ്കിൽ 11.8849 ആറ്, അല്ലെങ്കിൽ സെന്റിലാണെങ്കിൽ 29.36 സെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ലാൻഡ് അളന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എങ്ങനെ കാണാം. ഏരിയ കാണണമെങ്കിൽ നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ട് ട്രയാങ്കിളിന്റെ 3 സൈഡ് ഉപയോഗിച്ച് കിട്ടുന്ന ആ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ ട്രയാങ്കിളിന്റെ ഏരിയകൾ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലാൻഡിന്റെ ഏരിയ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.